ദുബായിൽ UAE ദേശീയ ദിനാഘോഷ വേളയിൽ നിയമം ലംഘിച്ച 1628 വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയതായി ട്രാഫിക് പോലീസ് അറിയിച്ചു. ഇവയിൽ ഗുരുതര ലംഘനങ്ങൾ നടത്തിയ 149 വാഹനങ്ങൾ കണ്ടുകെട്ടിയതായും ഡയറക്ടർ കേണൽ സേവ് മുഹായർ അൽ മസ്രി വ്യക്തമാക്കി. പിഴ ചുമത്തപ്പെട്ടവരിൽ 265 പേർ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്ക് പുറത്ത് വാഹനം നിർത്തിയിട്ടവരാണ്. ഗതാഗതക്കുരുക്കുണ്ടാക്കിയതിനാണ് 186 വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയത്. UAEയുടെ ചരിത്രം അനാവരണം ചെയ്യുന്ന വിഷൻ എക്സിബിഷന് ദുബായ് അൽബാദിയ ഗോൾഫ് ക്ലബിൽ തുടക്കമായി. ഒരു മാസം നീളുന്ന ഫോട്ടോ എക്സിബിഷനിൽ UAEയുടെ വിവിധ മേഖലകളിലെ നേട്ടങ്ങളാണ് വിശദീകരിക്കുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. UAEയുടെ ദേശീയ ദിനത്തിന്റെ ഭാഗമായാണ് വിഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. UAEയുടെ വിവിധ രംഗങ്ങളിലെ നേട്ടങ്ങളും പുരോഗതിയും വിശദമാക്കുന്ന ഫോട്ടോ എക്സിബിഷൻ ദുബായ് അൽബാദിയ ഗോൾഫ് ക്ലബിലാണ് ആരംഭിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാങ്കേതികം, വ്യാപാരം തുടങ്ങിയ രംഗങ്ങളിലെ UAEയുടെ വളർച്ചയും വികാസവും വ്യക്തമാക്കുന്ന അപൂർവ ചിത്രങ്ങളാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നത്. UAEയിലെ വിവിധ ഭരണകർത്താക്കളുടെ അപൂർവ ഫോട്ടോകളും വിഷൻ പ്രദർശനത്തിൽ ഉണ്ട്. കപ്പാസിറ്റി വേൾഡ് മീഡിയ ദുബായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. UAE രാഷ്ട്രപതി കാര്യാലയം, നാഷണൽ ആർക്കൈവ്സ് എന്നിവയിൽ നിന്നുമാണ് പ്രധാനമായും ചിത്രങ്ങൾ ശേഖരിച്ചത്. അൽബയാൻ ദിനപത്രത്തിലെ ഫോട്ടോഗ്രാഫറായ ഇമാദ് അല ഇദീൻ പകർത്തിയ അപൂർവ ഫോട്ടോകളും പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഹുവായ് അറേബ്യ, യൂണിയൻ പ്രോപ്പർട്ടീസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രദർശനം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, ദുബായ്. മാസ് അജ്മാൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സ്തനാർബുദ ബോധവൽക്കരണ ക്യാമ്പും നടന്നു. ക്യാമ്പിന് അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർമാർ നേതൃത്വം നൽകി. അജ്മാൻ എയർ മാസ്റ്റർ ലേബർ ക്യാമ്പിൽ നടന്ന ചടങ്ങിൽ നിർധനരായ രോഗികൾക്ക് തുടർ ചികിത്സാ സഹായം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെന്നൈയിൽ പ്രളയ ദുരിതബാധിതർക്ക് വൈദ്യസേവനം ലഭ്യമാക്കാൻ 25 പേരടങ്ങുന്ന വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായി ദുബായ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ അധികൃതർ അറിയിച്ചു. 3 സ്ഥലങ്ങളിലാണ് ക്യാമ്പ് തുറക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കി. കേരള വാർത്തകളിലേക്ക്. തെളിവ് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് പരാജയപ്പെടുത്തിയെന്ന് സോളാർ കമ്മീഷൻ. തെളിവെടുക്കുന്നതിനായി ബിജു രാധാകൃഷ്ണനുമായി നടത്തിയ യാത്ര മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റിയെന്ന് കമ്മീഷൻ വിമർശിച്ചു. അതേസമയം തെളിവ് നൽകാൻ വീണ്ടും തയ്യാറാണെന്ന് ബിജു രാധാകൃഷ്ണൻ കമ്മീഷനെ അറിയിച്ചു. തെളിവ് ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ച ദിവസം രാവിലെ 9 മണിക്ക് ബിജു രാധാകൃഷ്ണനെ കമ്മീഷൻ ഓഫീസിലെത്തിക്കണമെന്ന് ജസ്റ്റിസ് G ശിവരാജൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 10:30 പോലീസ് ബിജുവിനെ എത്തിച്ചത്. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. വൈകിട്ട് 3:45 കമ്മീഷൻ ഓഫീസിൽ നിന്നും തെളിവെടുപ്പ് യാത്ര തുടങ്ങിയത് മുതൽ പോലീസും മാധ്യമങ്ങളും ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇത് ദൗത്യം പരാജയപ്പെടുന്നതിന് കാരണമായെന്ന് കമ്മീഷൻ വിമർശിച്ചു. നടപടി രഹസ്യമായിരിക്കണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിച്ചത്. പാലക്കാട് നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അനുഗമിച്ചത് ശരിയായില്ലെന്നും ജസ്റ്റിസ് G ശിവരാജൻ വിമർശിച്ചു. അതേസമയം കമ്മീഷനെയും മാധ്യമപ്രവർത്തകരെയും താൻ കബളിപ്പിച്ചിട്ടില്ലെന്ന് ബിജു രാധാകൃഷ്ണൻ കമ്മീഷനോട് പറഞ്ഞു. 100% സത്യസന്ധമായ കാര്യങ്ങളാണ് താൻ പറഞ്ഞത്. തെളിവ് ഹാജരാക്കാൻ താൻ വീണ്ടും തയ്യാറാണെന്ന് ബിജു അറിയിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം നൽകിയതുപോലുള്ള ഒരവസരം ഇനി കമ്മീഷൻ നൽകുന്നില്ലെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ പരിഗണിക്കാമെന്നും ജസ്റ്റിസ് ശിവരാജൻ വ്യക്തമാക്കി. കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ബിജുവിന് സരിതയെ നേരിട്ട് വിസ്തരിക്കാൻ കമ്മീഷൻ അനുമതി നൽകിയില്ല. എന്നാൽ ബിജുവിന്റെ സാന്നിധ്യത്തിൽ വക്കീലിന് സരിതയെ വിസ്തരിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബിജു രാധാകൃഷ്ണൻ തെളിവുകളടങ്ങുന്ന ബാഗ് ഏൽപ്പിച്ചിരുന്നുവെന്ന് ബിജുവിന്റെ ബന്ധു ചന്ദ്രൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ബാഗിന്റെ കാര്യം തമിഴ്നാട് പോലീസിനെ അറിയിച്ചിരുന്നതായും ആവശ്യമുള്ളപ്പോൾ വാങ്ങാമെന്ന് പോലീസ് മറുപടിയും നൽകിയിരുന്നു. തമിഴ്നാട് ഗാന്ധിപുത്തൂരത്ത് വെച്ച് സരിതയെ ബിജുവുമൊത്ത് കണ്ടിരുന്നുവെന്നും ചന്ദ്രൻ വ്യക്തമാക്കി. ചന്ദ്രനെ അന്വേഷിച്ച് ശെല്ലോപുരത്തെ വീട്ടിലെത്തിയ പീപ്പിൾ വാർത്താ സംഘത്തിന് മുന്നിൽ വരാൻ തയ്യാറല്ലെന്ന മറുപടിയാണ് ചന്ദ്രന്റെ കുടുംബാംഗങ്ങൾ ആദ്യം നൽകിയത്. മാധ്യമങ്ങളുമായി സംസാരിക്കുന്നത് തമിഴ്നാട് പോലീസ് വിലക്കിയെന്നും ഇവർ പറഞ്ഞു. പിന്നീട് ശെല്ലോപുരം സ്റ്റേഷനിലെ പോലീസ് എത്തിയ ശേഷമാണ് ചന്ദ്രൻ വീടിന് പുറത്തിറങ്ങിയത്. തുടർന്ന് സംസാരിക്കാൻ തയ്യാറായ ചന്ദ്രൻ ബിജു രാധാകൃഷ്ണൻ തെളിവടങ്ങുന്ന സഞ്ചി ഏൽപ്പിച്ചിരുന്നെന്നും ഇക്കാര്യം തമിഴ്നാട് പോലീസിനെ അറിയിച്ചെന്നും വ്യക്തമാക്കി. ഇല്ല, വന്നില്ല. അവർ പറഞ്ഞായിരുന്നു എപ്പോഴെങ്കിലും ഞങ്ങൾ വരും അവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു സാധനം ഉണ്ട്, അവർ ഇവിടുത്തെ ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അവിടെയും പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും പറഞ്ഞില്ല. അവർ ആരും വന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ പത്രത്തിലും പേപ്പറിലും വായിക്കുമ്പോൾ കണ്ടിട്ടില്ല. പിന്നെ അത് കണ്ട് അവിടെ വടവള്ളിയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല, വട വെച്ച് കണ്ടിട്ടുണ്ട്. അത്രേ അറിയത്തുള്ളൂ. സരിതയെയും ബിജുവിനെയും ഗാന്ധിപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട്.
ബിജുവിനൊപ്പം പിടിക്കപ്പെട്ട തന്നെ 3 ദിവസം കൊല്ലം പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തെന്നും ചന്ദ്രൻ പറഞ്ഞു. എന്നാൽ CD, പെൻഡ്രൈവ് എന്നിവയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഇയാൾ തയ്യാറായില്ല. എനിക്കറിയാം, ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയി കൊളത്തിയിട്ടപ്പോഴായിരുന്നു ഇതുപോലെ സോളറിൻ്റെ അതിൻ്റെ തട്ടിപ്പ് കേസാണ്, എൻ്റെ കാശ് പിടിച്ച് വാങ്ങണതാണ് അവിടെയൊക്കെ പറഞ്ഞത്. എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവിടുത്തെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് ഭയങ്കര കേസാണ് ഇത്, എന്നെ അതിൻ്റെ പാറ് എന്താ ചെയ്യേ. ബിജു രാധാകൃഷ്ണനും സരിതയ്ക്കുമെതിരെ കോയമ്പത്തൂർ കോടതിയിൽ കേസുണ്ടെന്നിരിക്കെ ബാഗിനെ കുറിച്ച് അറിയിച്ചിട്ടും തമിഴ്നാട് പോലീസ് ഇത് ഗൗരവമായി എടുക്കാത്തത് ദുരൂഹമാണ്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. സരിത കേസിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ദില്ലി കേരള ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി. അതേസമയം ദൃശ്യമാധ്യമങ്ങളെ വിമർശിച്ച് KC ജോസഫ് രംഗത്തെത്തി. മുഖ്യമന്ത്രി അടക്കം 6 മന്ത്രിമാർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുമ്പിൽ തെളിവ് ഹാജരാക്കേണ്ട ദിവസമാണ് ചർച്ചകൾക്കായി മുഖ്യമന്ത്രി ദില്ലിയിലെത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ഉമ്മൻചാണ്ടി ഇന്നും പ്രതികരിച്ചില്ല. സോളാർ വിവാദത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മൗനം പാലിച്ച മുഖ്യൻ ചോദ്യങ്ങൾ കടുത്തതോടെ തന്ത്രപരമായി ഇറങ്ങിപ്പോയി. ഞാൻ ഏതായാലും ഡൽഹി വന്ന് ഇനി അത് പറയാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ 3 ദിവസം വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്നതാ. നിങ്ങൾ ഇനി സോളാർ നാട്ടിൽ തന്നെ സോളാറാ, അപ്പൊ അതുകൊണ്ട് ഇനി ഡൽഹി കൂടെ വന്നിട്ട് ഞാനില്ല. എന്നാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി KC ജോസഫ് രംഗത്തെത്തി. CD തേടിയുള്ള സോളാർ കമ്മീഷന്റെ യാത്ര ലൈവ് നൽകിയ ചാനൽ പ്രവർത്തനം ശരിയായില്ലെന്ന് KC ജോസഫ് തുറന്നടിച്ചു. കൊലയാളിയുടെ പിന്നാലെ പരക്കം പാഞ്ഞത് ശരിയായില്ല, ധാർമ്മികതയില്ലാത്ത മാധ്യമ പ്രവർത്തനമാണ് നടത്തിയതെന്നുമായിരുന്നു സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം. ഇന്നലെ ഏതാണ്ട് 3 മണി മുതൽ രാത്രി 12 മണി വരെ എന്താണെന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഇന്നലെ ഞാനും കുറെ രാത്രി ഇതെല്ലാം മുറി കിടന്ന് കണ്ടു. ഞാൻ ന്യൂസ് വെച്ചതാ. ഇതാ കാണുന്നത്. ഞാനും നോക്കി. ഈ മാധ്യമ സംസ്കാരം കേരളത്തിന് ഗുണകരമല്ല. അതേസമയം തെളിവന്വേഷിച്ചു പോയ സോളാർ കമ്മീഷന്റെ നടപടിയാണ് മാധ്യമങ്ങൾ പകർത്തിയതെന്നും അങ്ങനെയെങ്കിൽ കമ്മീഷന്റെ നടപടിയല്ലേ വിമർശിക്കേണ്ടതെന്നും മാധ്യമപ്രവർത്തകർ തിരിച്ചടിച്ചു. ഈ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും VS കൊടിയേരിയും മാപ്പ് പറയണമെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ ഫോളോ അപ്പ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സരിതയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയപ്പെടുന്ന വിവാദ ദില്ലി സന്ദർശന ദിവസം പേഴ്സണൽ സെക്രട്ടറി എന്ന പേരിൽ കേരള ഹൌസിൽ കൂടെ താമസിച്ചത് തോമസ് കുരുവിള എന്ന സംശയം ബലപ്പെടുന്നു. 2012 ഡിസംബർ 27-ന് മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി ദിനേശ് ശർമ്മയാണെന്നാണ് കേരള ഹൌസ് വിവരാവകാശ രേഖ. 2012 ഡിസംബർ 27-ലെ മുഖ്യമന്ത്രിയുടെ വിവാദ ദില്ലി സന്ദർശനത്തിനിടെ കേരള ഹൌസിൽ പേഴ്സണൽ സെക്രട്ടറി എന്ന പേരിൽ താമസിച്ചത് തോമസ് കുരുവിളയാണ് എന്ന അഭ്യൂഹം ബലപ്പെടുത്തുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ സഹായിയും സരിത കൂടിക്കാഴ്ചയിലെ ഇടനിലക്കാരനെന്നും ആരോപണം നേരിടുന്ന തോമസ് കുരുവിള കേരള ഹൌസിലെ 203-ാം നമ്പർ മുറിയിൽ താമസിച്ചിരുന്നു എന്നതിലേക്കാണ് തെളിവുകൾ വിരൽ ചൂണ്ടുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഡിസംബർ 27-ന് ദില്ലിയിൽ വിജ്ഞാൻ ഭവനിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തുവെന്നും കൂടെയുണ്ടായിരുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി ദിനേശ് ശർമ്മ മാത്രമാണെന്നും കേരള ഹൌസ് നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നു. തോമസ് കുരുവിളയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത് എന്ന അഭ്യൂഹം ബലപ്പെട്ടതോടെയാണ് ദിനേശ് ശർമ്മയാണ് കൂടെയുണ്ടായിരുന്നത് എന്ന് കേരള ഹൌസ് വിശദീകരണം നൽകിയത്. ദിനേശ് ശർമ്മ 206-ാം നമ്പർ മുറിയിൽ താമസിച്ചു എന്നത് കേരള ഹൌസിലെ ലെഡ്ജറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പേഴ്സണൽ സെക്രട്ടറി എന്ന പേരിൽ 203-ാം നമ്പറിലും അന്നേ ദിവസം ഒരാൾ താമസിച്ചിട്ടുണ്ടെന്നും ലെഡ്ജർ രേഖ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ 204-ാം നമ്പർ മുറിക്ക് എതിർവശമുള്ള 203-ൽ താമസിച്ച ഇയാൾ ആരാണെന്ന് പറയാൻ കേരള ഹൌസ് അധികൃതർ തയ്യാറാകാത്തതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. സോളാർ ബാർ വിഷയങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കി LDF. മുഖ്യമന്ത്രിയുടെ രാജി കേരള ജനതയുടെ ആവശ്യമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ബാർ കേസിൽ ബാബുവിനെ രക്ഷിക്കാൻ വഴിവിട്ട നീക്കം നടന്നുവെന്നും കേസിൽ ത്വരിതാന്വേഷണം നടത്താതിരിക്കാൻ ഒത്തുകളിയുണ്ടായെന്നും VS അച്യുതാനന്ദനും സോളാർ കേസിലെ തെളിവുകൾ അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. സോളാർ തട്ടിപ്പ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്ന് 5.5 കോടി രൂപ കോഴ വാങ്ങിയ മുഖ്യമന്ത്രിയും ബാർക്കോഴ കേസിൽ 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയ K ബാബുവും രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിലേക്കും 13 ജില്ലാ കളക്ടറേറ്റുകളിലേക്കും LDF മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാനമെമ്പാടും നടന്ന സമരത്തിൽ 10,000 പങ്കാളികളായി. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നു വരാൻ സാഹചര്യം സൃഷ്ടിച്ചത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VS ആരോപിച്ചു. ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ച് 6-7 പേരുടെ പേരിൽ മന്ത്രിമാരും അല്ലാത്തവരും MP-മാരും എല്ലാമുള്ള അവരെ പറ്റിയുള്ള ആക്ഷേപമുണ്ട്. എങ്കിലും ഞാൻ അസംബ്ലിയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള
ആക്ഷേപം ശരിയല്ലാതെ വരട്ടെ എന്നാണ്. അങ്ങനെ ഒരു ആക്ഷേപം വന്നില്ലേ? വല്ലാരിടയാക്കിയ ഒരു അവസരം ഉണ്ടാക്കിയത് ആരാണ്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയല്ലേ? സരിതയ്ക്ക് മുഖ്യമന്ത്രിക്ക് മേലുള്ള ആധിപത്യം അപമാനകരമാണെന്നും മുഖ്യമന്ത്രി കൊടുംകുറ്റവാളികളുടെ അംബാസിഡറാണെന്നും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആരോപിച്ചു. എന്തായിരുന്നു സരിതയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ മേലെയുള്ള നിയന്ത്രണം? ഒരു കൊടും കുറ്റവാളി, എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ. പിന്നെ തെളിഞ്ഞല്ലോ, ചെയ്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നല്ലോ. അങ്ങനെയുള്ള ഒരാള് ഉമ്മൻചാണ്ടിയുടെ മേലെ നിയന്ത്രണം സ്ഥാപിക്കുക, അതായത് മുഖ്യമന്ത്രിയെ ഭരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവുക, എങ്ങനെ വന്നു അത്? അതല്ലേ പ്രശ്നം. സോളാർ കേസിലെ തെളിവുകൾ ഒന്നൊന്നായി നശിപ്പിക്കപ്പെടുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ CD കിട്ടാത്തതും പെൺഡ്രൈവ് കിട്ടാത്തതും അതൊഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും സഞ്ചിയിൽ ഉണ്ടാകുന്നതും ഇത് സംബന്ധിച്ചുള്ള ദുരൂഹത മാറ്റാൻ കഴിയുന്ന വിധത്തിൽ ഇതിന്റെ കാര്യങ്ങൾ കണ്ടെത്തണം. LDF കൺവീനർ വൈക്കം വിശ്വൻ ഇടുക്കിയിലും പന്ന്യൻ രവീന്ദ്രൻ കാസർഗോഡും രാമചന്ദ്രൻ കടന്നപ്പള്ളി മലപ്പുറത്തും മാർച്ചുകൾ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ നയത്തിനെതിരായി കോൺഗ്രസുമായി കൂട്ടുകൂടിയ RSP കേരള നേതൃത്വം ദേശീയ സമ്മേളനത്തിൽ ഒറ്റപ്പെട്ടു. RSP തെറ്റുതിരുത്തി ഇടതുപക്ഷത്തേക്ക് തിരിച്ചുവരണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ യുവജന വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെച്ച പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ സമ്മേളനം പിരിഞ്ഞു. ദേശീയ നയത്തിൽ നിന്നും വ്യതിചലിച്ചാണ് കേരള ഘടകം കോൺഗ്രസിന് ഒപ്പം ചേർന്നതെന്ന് ദേശീയ സമ്മേളനം വിലയിരുത്തി. കേരള ഘടകത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണ് ദേശീയ നേതൃത്വം സ്വീകരിക്കുന്നതെങ്കിൽ പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങുമെന്ന് ബംഗാളിൽ നിന്നുള്ള പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. മറ്റ് സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി കേരളത്തിനെതിരെ തിരിഞ്ഞതോടെയാണ് പിളർപ്പ് ഒഴിവാക്കാൻ പ്ലീനം വിളിക്കാമെന്ന തീരുമാനത്തിലേക്ക് ദേശീയ സമ്മേളനം എത്തിച്ചേർന്നത്. There is some dispute in the party with regard to the decision taken by the Kerala state unit of the party with regard to aligning with the Congress. കേരളത്തിൽ നിന്നുള്ള യുവജന വിഭാഗം നേതാക്കൾ പാർട്ടി തെറ്റുതിരുത്തി ഇടതുപക്ഷത്തേക്ക് തിരിച്ചു പോകണമെന്ന പ്രമേയം മുന്നോട്ട് വെച്ചു. പാർട്ടി ഇപ്പോൾ തകർച്ചയിലേക്കാണ് നീങ്ങുന്നതെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും കോൺഗ്രസ് കാലുവാരിയെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഈ പ്രമേയം വിശദമായി ചർച്ച ചെയ്യാതെ സമ്മേളനം പിരിഞ്ഞു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ദേശീയ നയത്തിൽ നിന്നും വ്യതിചലിച്ച നേതൃത്വത്തിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് പ്രമേയം അവതരിപ്പിച്ച യുവജന നേതാക്കൾ പറഞ്ഞു. 34 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായിരുന്ന പാർട്ടി ഇത്. ആ പാർട്ടി കേവലം ഒരു സീറ്റിന് വേണ്ടിയിട്ട് പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. RSP തിരിച്ചുവന്ന് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് RSP സംസ്ഥാന ഘടകമാണെന്ന് PB അംഗം പ്രകാശ് കാരാട്ടും പ്രതികരിച്ചു. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. അന്താരാഷ്ട്ര ചരിത്രോത്സവത്തിന് വർണ്ണാഭമായ സമാപനം. സുവർണ ചകോര പുരസ്കാരം ഉൾപ്പെടെ 4 പുരസ്കാരങ്ങൾ ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ നേടി. ആജീവനാന്ത പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ ദാരുഷ് മെഹ്റൂജിക്ക് സമ്മാനിച്ചു. ചരിത്ര നിമിഷങ്ങൾക്കാണ് 20ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സമാപന വേദി സാന്നിധ്യം വഹിച്ചത്. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മികച്ച നേട്ടം സമ്മാനിച്ചുകൊണ്ടാണ് ദേശീയ പുരസ്കാരം നേടിയ ഒറ്റാൽ സുവർണ ചകോരം ഉൾപ്പെടെ 4 അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. സുവർണ ചകോരത്തിന് പുറമെ ഫിപ്രസി മികച്ച സിനിമയായും മികച്ച പ്രേക്ഷക ചിത്രമായും നെറ്റ് പാക്ക് അവാർഡുമാണ് ഒറ്റാൽ നേടിയത്. മികച്ച സംവിധായകനുള്ള രജത ചകോരം ഫിലിപ്പൈൻസ് ചിത്രം ഷാഡോ ബിഹൈൻഡ് ദ മൂണിനായി ജൂൺ റോബിൻസ് ലാന നേടി. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ജലാൽ സ്റ്റോറിക്കായി ബംഗ്ലാദേശ് സംവിധായകൻ അബു ഷാഹിദ് ഇമോൺ കരസ്ഥമാക്കി. ഫിപ്രസി മികച്ച മലയാളം സിനിമയായി സനൽകുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫിഫ്റ്റയുടെ സമഗ്ര സംഭാവന പുരസ്കാരം KG ജോർജിന് നൽകി ആദരിച്ചു. 20ാമത് മേളയിലെ ആജീവനാന്ത പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ ദാരുഷ് മെഹ്റൂജിക്കും നൽകി. ഗവർണർ P സദാശിവമാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. മികച്ച മാധ്യമ റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരങ്ങളടക്കം ചടങ്ങിൽ വിതരണം ചെയ്തു. മലയാളം സിനിമയ്ക്ക് ചരിത്ര നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് 20ാമത് രാജ്യാന്തര ചലച്ചിത്രമേള സമാപിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ RK കുമാറിനൊപ്പം S ഷീജ.
ചലച്ചിത്രമേളയിൽ മലയാള സിനിമയ്ക്ക് വലിയ നേട്ടമാണ് ജയരാജന്റെ ഒറ്റാൽ നേടിയത്. നേട്ടത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ടെന്നും പുരസ്കാരം തന്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായും ജയരാജ് പറഞ്ഞു. ചിത്രത്തിൽ അഭിനയിച്ച് കുമരകം വാസുദേവനും മേളയിൽ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. മനതിലിരുന്ന ഓലേ ഞാലി കിളി കരഞ്ഞേ. ബാലവേലയെയും അതോടൊപ്പം പരിസ്ഥിതിയെയും വിഷയമാക്കിയ ചിത്രമാണ് ജയരാജന്റെ ഒറ്റാൽ. 8 വയസ്സുകാരൻ കുട്ടപ്പായിയും അവന്റെ വല്യപ്പനുമാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ജീവിത സാഹചര്യങ്ങളുടെ ഭാഗമായി താറാവ് കർഷകനായ വല്യപ്പനിൽ നിന്നും കുട്ടപ്പായിയെ ബാലവേലയ്ക്കായി ശിവകാശിയിലെത്തിക്കുന്നു. അനാഥനായ കുട്ടിയുടെ ഇരുണ്ട ജീവിതവും കുട്ടനാടിന്റെ പ്രകൃതി സൗന്ദര്യവും ചിത്രത്തിൽ കാണാം. ഒരു സംവിധായകനും സ്വപ്നം കാണാൻ കഴിയാത്ത നേട്ടമാണിതെന്ന് ജയരാജ് പ്രതികരിച്ചു. ഇതുപോലൊരു മുഹൂർത്തം എനിക്ക് തോന്നുന്നു ഒരു സിനിമാ സംവിധായകനും സ്വപ്നം പോലും കണ്ടു കാണില്ല. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ചെയ്ത ഒരു സിനിമയാണ്. അവാർഡുകൾ മുഴുവൻ ഞാൻ എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതാണ് ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം. ജീവിതത്തിലെ ആദ്യ സിനിമയിലെ വലിയ നേട്ടത്തിന്റെ സന്തോഷത്തിലായിരുന്നു അശാന്ത് കെ ഷായും ഒപ്പം തന്നെ കുമരകം വാസുദേവനും. എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊന്നും കിട്ടുമെന്ന്. എനിക്ക് ഇത് കിട്ടുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞാൻ അഭിനയിച്ച പടം ഇത്ര ഈ ലോകം മുഴുവനും അറിഞ്ഞ് ഇത്ര ഈ സാഹചര്യത്തിനകത്ത് നിന്ന് ഇത് മേടിക്കാനും ഇത് കിട്ടാനും സാധ്യത എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് പറയാൻ. വിദേശ ഡെലിഗേറ്റുകൾ ഉൾപ്പെടെ മലയാളം സിനിമയെ തിരിച്ചറിഞ്ഞതായി സംവിധായകൻ കമൽ പറഞ്ഞു. കഥയുടെ ലോകാചാര്യനായ ഡോക്ടർ ആന്റോൺ ചെക്കോവിന്റെ കലാതീതമായ രചനയായ വാങ്കോയുടെ കുട്ടനാടൻ പുനരാഖ്യാനമാണ് ഒറ്റാൽ. DGP ജേക്കബ് തോമസിനെ അധിക്ഷേപിച്ച് വീക്ഷണം. DGP കന്നിമാസത്തിലെ പട്ടിയുടെ കാമത്വരയോട് ഉപമിച്ചാണ് മുഖപ്രസംഗം. ആശിച്ച പദവി കിട്ടാത്തതാണ് ജേക്കബ് തോമസ് സർക്കാരിനെതിരെ പ്രതികരിക്കാൻ കാരണമെന്നും വീക്ഷണം പറയുന്നു. ജേക്കബ് തോമസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസ് മുഖപത്രം ഇന്ന് മുഖപ്രസംഗം എഴുതിയത്. പുകഞ്ഞ കൊള്ളിയായ ജേക്കബ് തോമസിനെ പുറത്താക്കണം എന്ന ആവശ്യമാണ് വീക്ഷണം മുന്നോട്ട് വെച്ചത്. കന്നിമാസം എത്തുമ്പോഴുള്ള പട്ടിയുടെ കാമത്തോടാണ് ജേക്കബ് തോമസിന്റെ പ്രവർത്തികളെ വീക്ഷണം ഉപമിച്ചത്. തെരഞ്ഞെടുപ്പ് വർഷമായാൽ സർക്കാർ വിരുദ്ധ ചില ഉദ്യോഗസ്ഥർ കൊണ്ടു നടക്കും. പോലീസ് നിരയിൽ ആശിച്ച പദവി കിട്ടാതായപ്പോഴാണ് ജേക്കബ് തോമസിൽ അണ്ണാ ഹസാരെ പരകായ പ്രവേശം നടത്തിയത്. ഇക്കാലം അത്രയും പോലീസ് മേധാവിത്വത്തിന്റെ ജീർണതകളിൽ അഭിരമിച്ച ആളാണ് ജേക്കബ് തോമസ്. പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് ജേക്കബ് തോമസ് പെരുമാറുന്നത്. ചീഫ് സെക്രട്ടറിയുടെ ഇൻഡാസ് അല്ല, മറിച്ച് മനോരോഗ ചികിത്സയാണ് ജേക്കബ് തോമസിന് വേണ്ടതെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നു. ജേക്കബ് തോമസിനെ പുറത്താക്കണമെന്ന രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കാനാണ് വീക്ഷണം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇത്ര രൂക്ഷമായ ഭാഷ കൂടി ഉപയോഗിച്ചത് എന്നത് ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV ന്യൂസ്. ആഗോളതാപനം തടയുന്നതിനുള്ള കരാർ തയ്യാറാക്കുന്നതിൽ സമവായത്തിലെത്താൻ പാരീസ് കാലാവസ്ഥ ഉച്ചകോടിക്കായില്ല. അന്തിമ തീരുമാനമെടുക്കുന്നതിനായി ഉച്ചകോടി ഞായറാഴ്ച വരെ നീട്ടി. കാർബൺ ബഹിർഗമനം കുറച്ച് ആഗോളതാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ലോകരാജ്യങ്ങളും ഒപ്പുവെക്കുന്ന കരാർ കൊണ്ടുവരാനുള്ള ചർച്ചകൾ ലക്ഷ്യം കാണാതെ നീളുകയാണ്. മന്ത്രിതല ചർച്ചകൾ ഇന്ന് പൂർത്തിയാക്കി നാളെ പാരീസ് കാലാവസ്ഥാ കരാറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം സമ്മേളനം അവസാനിപ്പിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അന്തിമ കരാറിന് മേൽ ഭിന്നത തുടരുകയാണ്. കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ ചുമക്കാനാവില്ല എന്ന നിലപാടിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉറച്ചു നിൽക്കുന്നതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത്. അമേരിക്കൻ സെക്രട്ടറി ജോൺ കെറി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമുണ്ടായില്ല. അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളിയ വികസിത രാജ്യങ്ങൾക്ക് ആഗോളതാപനം തടയുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ടോ? മറ്റു രാജ്യങ്ങളെ സാമ്പത്തികമായും സാങ്കേതികമായും സഹായിക്കാൻ വികസിത രാജ്യങ്ങൾ ബാധ്യസ്ഥരാണോ? കാർബൺ ബഹിർഗമനത്തിന്റെ അളവ് പരിശോധിക്കാൻ സുതാര്യമായ സംവിധാനം കൊണ്ടുവരാനാവുമോ തുടങ്ങിയ വിഷയങ്ങളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. എന്നാൽ ഇത്തരം വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്നതിൽ പാരീസ് ഉച്ചകോടി പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പരിസ്ഥിതി വിഷയങ്ങളല്ല, രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളാണ് ഇവിടെ ചർച്ചകൾ നയിച്ചിരുന്നത്. പീപ്പിൾ TVക്ക് വേണ്ടി പാരീസിൽ നിന്ന് കെ രാജേന്ദ്രൻ. സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ പ്രഖ്യാപിച്ചു. വൻകിട ഊർജ്ജ ഉപഭോക്താക്കളുടെ വിഭാഗത്തിൽ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, ഇടത്തരം വിഭാഗത്തിൽ HLL ലൈഫ് കെയർ ആക്കുളം എന്നിവയ്ക്ക് അവാർഡുകൾ ലഭിച്ചു. KC ബൈജു ചേർത്തല ഊർജ്ജ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച മികച്ച വ്യക്തിക്കുള്ള അവാർഡ് നേടി.
വയലാർ വസുന്ധര സരോവർ പ്രീമിയർ റിസോർട്ടിനും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനും കെട്ടിടങ്ങളുടെ വിഭാഗത്തിൽ അവാർഡുകൾ ലഭിച്ചു. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായ ഡിസംബർ 14 തിരുവനന്തപുരത്ത് വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. കല്ലിയൂർ ഗോപകുമാർ രചിച്ച വഴികൾ അവസാനിക്കുന്നില്ല എന്ന നോവലിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് ഡോക്ടർ ജോർജ് ഓണക്കൂർ പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബി സന്ധ്യ, ജെ ലളിതാംബിക, ആർ സജിത് കുമാർ, ബി മുരളി, ഉഷ, എസ് നായർ എന്നിവർ പങ്കെടുത്തു. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ നീക്കം. ഏറ്റവും വലിയ തട്ടിപ്പ് നടന്ന അടൂർ SNDP യൂണിയന്റെ കീഴിൽ നടന്ന 2 കോടിയിലധികം രൂപ ഉപാധികളില്ലാതെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തിരിച്ചടയ്ക്കാമെന്ന് കാട്ടി യൂണിയൻ നേതൃത്വം ബാങ്കിന് കത്ത് നൽകി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ട മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസുകളിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം ത്വരിതപ്പെടുത്തിയ ഘട്ടത്തിലാണ് SNDP നേതൃത്വം കേസ് ഒതുക്കി തീർക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നുവെന്ന് പരാതി ഉയർന്ന അടൂർ SNDP താലൂക്ക് യൂണിയന്റെ കീഴിൽ നടന്ന 2,32,12,860 രൂപ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കാമെന്ന് കാണിച്ച് SNDP നേതൃത്വം ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർക്ക് കത്ത് നൽകി. കത്തിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. 256 വനിതാ സംഘങ്ങളുടെ പേരിൽ എടുത്ത 7,68,00,000 രൂപയിൽ നിന്നും തിരിച്ചടയ്ക്കാനുള്ള 2,32,12,860 രൂപയാണ് യാതൊരു ഉപാധികളുമില്ലാതെ തിരിച്ചടയ്ക്കാമെന്ന് യൂണിയൻ ഉറപ്പ് നൽകിയിരിക്കുന്നത്. 2013 മാർച്ചിന് ശേഷം ബാങ്കിൽ ലഭിക്കേണ്ടിയിരുന്ന തുകയാണിത്. വായ്പയെടുത്ത വനിതകൾ തുക യൂണിയൻ ഓഫീസിൽ തിരിച്ചടച്ചിട്ടും ഇത് ബാങ്കിലെത്തിയില്ല. ഇതുമൂലം അടൂർ യൂണിയന്റെ കീഴിൽ 5000-ഓളം അംഗങ്ങൾ ബാങ്ക് ജപ്തി ഭീഷണി നേരിടുകയും പ്രത്യക്ഷ പ്രതിഷേധ സമരത്തിലുമാണ്. 2013 മാർച്ച് 18 ശേഷം യൂണിയൻ ഭരണം ജനറൽ സെക്രട്ടറിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലായിരുന്നു. തട്ടിപ്പ് നടത്തിയത് മുൻ ഭരണസമിതിയാണെന്ന വാദമാണ് സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ വരെ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നത്. എന്നാൽ VS പരാതിയുമായി രംഗത്തു വന്നതോടെ അന്വേഷണം ആരംഭിച്ച ആഭ്യന്തര വകുപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഊർജിതപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് കേസൊതുക്കി തടിതപ്പാനുള്ള ശ്രമം SNDP നേതൃത്വം ആരംഭിച്ചത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.